പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ നമ്മുടെ പ്രാർത്ഥനയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം. തന്റെ നാമത്തിന് മീതെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന അവന്റെ വാഗ്ദത്തം ഓർമ്മിപ്പിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കൃപയുണ്ടായാൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം വേഗം കേൾക്കും. പറ, വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവം, എന്റെ ദൈവം വഴി തുറക്കുന്ന ദൈവം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 6-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ ഭാഗികമായും പൂർണ്ണമായുമൊക്കെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിശ്ചയമായും ഈ 6 ദിവസം നാം തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി നൽകും. പ്രൈസ് ദി ലോർഡ്. 138-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. 138-ാം സങ്കീർത്തനം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന്. അടുത്ത ഭാഗം പറയുന്നു: നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ 2-ാം ഭാഗത്ത് നിന്നാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധ നാമത്തിന് മീതെ ഒക്കെയും തൻ്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ വാക്കിൽ വായിച്ചാൽ ചിന്താക്കുഴപ്പമുണ്ടാകുന്ന ഒരു വാക്യം പോലെ തോന്നും. അതിൻ്റെ കാര്യം, ദൈവം തൻ്റെ നാമത്തിന് മീതെ തൻ്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ അവിടെ ദൈവം തൻ്റെ വാഗ്ദാനത്തിന് മീതെ എന്ന് പറയുന്നിടത്ത് വാഗ്ദാനമെന്നല്ല, പകരം അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ നാമത്തിനു മീതെ ഒക്കെയും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. മലയാളത്തിൽ വാഗ്ദാനമെന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ അത് വചനമെന്നാണ്. ഇനിയാണ് നമ്മൾ സന്ദേശത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നാം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ അല്ലേ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഞാനും നിങ്ങളും അറിയേണ്ട വലിയ യാഥാർത്ഥ്യം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചതിനൊക്കെയും മറുപടി തരാൻ, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കാൻ നമ്മുടെ പ്രാർത്ഥനയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധ നാമത്തിന് മുകളിൽ അവിടുത്തെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തൻ്റെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനത്തിനകത്താണ് വാഗ്ദാനമുള്ളത്, വചനത്തിനകത്താണ് രക്ഷയുള്ളത്, വചനത്തിനകത്താണ് നമ്മുടെ വിടുതലിരിക്കുന്നത്, വചനത്തിനകത്താണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന അവിടുത്തെ വാഗ്ദത്ത വചനത്തെ ദൈവം തൻ്റെ നാമത്തിന് മുകളിൽ മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പോ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും കണ്ണീരോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം, അവൻ്റെ വാഗ്ദത്ത വചനത്തെ, ദൈവത്തെ ഓർപ്പിച്ചു പ്രാർത്ഥിക്കണം. കാരണം ദൈവം തന്നെ നാമത്തിന് മീതെ
അവിടുത്തെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാ. ദൈവസന്നിധിയിൽ ഞാൻ പൂർണ്ണമായി ഉപവസിക്കുന്നു. നിങ്ങളിൽ പലരും പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ടാകാം, ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ടാകാം. ഉപവസിച്ച് ഈ ദിവസങ്ങളിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രദ്ധിക്കുവാൻ, വളരെ വേഗം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ തൻ്റെ നാമത്തിന് മീതെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന അവൻ്റെ വാഗ്ദത്ത വചനങ്ങൾ ഓർമ്മിപ്പിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കൃപയുണ്ടായാൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം വേഗം കേൾക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കും നമ്മുടെ വാക്കുകൾ പറയുന്നതിനപ്പുറം, പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിനപ്പുറം, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം, വാഗ്ദത്ത വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ, കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് കരുതുക. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടുവിക്കണമേ എന്ന് മാത്രം പറയുമ്പോൾ അത് കേവലം നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വാചകമായി മാറും. പകരം സ്തോത്രം, അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് പറയുന്നത് പോലെ, അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, മിസ്രൈമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധികളും നിനക്ക് വരുത്തത്തില്ല എന്ന് അരുളി ചെയ്തതുപോലെ, കർത്താവേ ഈ നിന്റെ ദാസിയെ, ഈ നിന്റെ ദാസനെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എന്തായി വെച്ചാ ആ പ്രാർത്ഥന പവർഫുള്ളായി. കാരണം ദൈവം തൻ്റെ വചനത്തെ തൻ്റെ പരിശുദ്ധ നാമത്തിന് മീതെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ വാഗ്ദത്ത വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം തള്ളിക്കളയത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ ദൂതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം പിടികിട്ടിയ എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്? കേവലമായി പ്രാർത്ഥന പ്രാർത്ഥിക്കുകയല്ല, കേവലം കരയുകയല്ല, കേവലം അല്ല ദൈവവും ഭാഗം വന്ന് എന്തെങ്കിലും പറയുകയല്ല, പകരം തമ്പുരാൻ അരുളി ചെയ്ത വാഗ്ദത്ത വചനങ്ങളെ ദൈവം മുമ്പാകെ അറിയിച്ചുകൊണ്ട് നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ അതേത് വിഷയമാണെങ്കിലും സ്വർഗത്തിലെ ദൈവം മറുപടി തരും. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉദ്ധരിച്ചു പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം, വചനം ഓർമ്മിപ്പിച്ചു പ്രാർത്ഥിക്കണം. സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം? അത് പറയാൻ കാരണം വചനം ഉദ്ധരിച്ച് വചനം ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഇന്നിവിടെ വായിച്ച വാക്യം എന്താ? ദൈവം തൻ്റെ പരിശുദ്ധ വചനത്തെ, അവിടുത്തെ വാഗ്ദത്ത വചനത്തെ തൻ്റെ നാമത്തിന് മീതെയൊക്കെയും മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതുപോലെ ദൈവം തമ്പുരാൻ അവിടുത്തെ വചനം വിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. അവിടുന്ന് അവിടുത്തെ വചനത്തോട് വിശ്വസ്തനാണ്, അവിടുത്തെ വാഗ്ദാനത്തോട് വിശ്വസ്തനാണ്. ദൈവം തൻ്റെ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്ന ദൈവമാണ്. ദൈവം നീതിമാനാണെങ്കിൽ ആ നീതി വിട്ട് ഇടം വലമൊന്നും ദൈവം ചെയ്യത്തില്ല. ദൈവം പരിശുദ്ധനാണെങ്കിൽ ആ പരിശുദ്ധി വിട്ട് അവിടുന്ന് ഒന്നും ചെയ്യത്തില്ല. അവിടുത്തെ സ്വഭാവം ത്യജിക്കാൻ അവിടുത്തേക്ക് കഴിയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവവൈതലേ, അവിടുത്തെ വചനത്തോട് ദൈവം വിശ്വസ്തനാണെങ്കിൽ, ആ വചനം പറഞ്ഞത് ദൈവമാണെങ്കിൽ, ആ വചനം എപ്പോഴും അങ്ങനെ തന്നെ പാലിക്കപ്പെടണമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ, ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയെ ദൈവം അവഗണിക്കത്തില്ല എന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? സ്തോത്രം. ദൈവം വചനത്തിനകത്തൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം പിന്നെ മാറ്റി പറയില്ല. കാരണം നമ്മളൊക്കെ അത്യാവശ്യം പറഞ്ഞ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനുള്ള സാധ്യതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരല്ലേ? പക്ഷെ വചനം പറയുന്നു, അവൻ ഫോഷ്ക്ക് പറയാൻ മനുഷ്യപുത്രനല്ല. അവിടുന്ന് ഫോഷ്ക്ക് പറയത്തില്ല. സ്തോത്രം.
ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടപ്പാക്കും. ഇന്ന് എൻ്റെ മുമ്പിൽ വചനം കേൾക്കാൻ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ചിന്തിക്കണം. ഒത്തിരി കാര്യം പറഞ്ഞില്ലെങ്കിലും പറയുന്നതിനകത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം ഓർമ്മിപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു അത്ഭുതകരമായ മഹത്വവും അതിൻ്റെ വിടുതലും നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകാൻ തുടങ്ങുക. കാരണം ദൈവം തൻ്റെ വചനത്തോട് വിശ്വസ്തനാ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വിഷയമാണെങ്കിലും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ആ വിഷയം നിന്റെ വചനത്തിൻ്റെ വാഗ്ദത്വത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ മറികടക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ വിശ്വസിച്ച് വാഗ്ദത്ത വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകും എന്ന ഉറപ്പോടെ വേണം പ്രാർത്ഥിക്കാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. കാരണം ദൈവത്തിന്റെ വചനം ശക്തമാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുക. ചെങ്കടൽ എന്താ പറയുന്നത്? വാക്കും ഭാഷണവും കൂടാതെ ചെങ്കടൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിന്റെ വഴി തീർന്നു, നിന്റെ വഴി അടഞ്ഞു, നിന്റെ ജീവിതം ഇവിടെ തീർന്നു. എന്താ പുറകിൽ വരുന്ന ഫറവോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ മുമ്പിൽ ചെങ്കടലാൻ, ഞാൻ അവരെ പുറകെ ആക്രമിക്കാൻ വരികയാ, ഇവിടെ അവരുടെ ജീവിതം തീർന്നു. അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അവൻ വരുന്നത്. ഞാൻ പിടിക്കും, അല്ലേ, കൊള്ള പങ്കിടും, എൻ്റെ ആശ ഇവരാൽ പൂർത്തിയാകും. അപ്പൊ ഫറവോൻ പറയുന്നത് ഇനി നിനക്ക് രക്ഷയില്ലെന്നാ. ചെങ്കടൽ പറയുന്നത് നിനക്കിനി മുന്നോട്ട് പോകത്തില്ലെന്നാ. പക്ഷേ ദൈവത്തിന്റെ വചനം പറഞ്ഞത് എന്താ? മോശേ നിന്റെ കയ്യിലെ വടിയെടുത്ത് ചെങ്കടലിനോട് കൽപ്പിക്കുക, ആമേൻ സ്വോത്രം രണ്ടായി വിഭജിക്കപ്പെടുക. ഇന്ന് പകൽ വചനത്തിന്റെ ശക്തി കണ്ടോ? ആമേൻ സ്വോത്രം. ചെങ്കടൽ പറഞ്ഞതല്ല അവിടെ നടന്നത്, ഫറവോൻ പറഞ്ഞതല്ല നടന്നത്. ആമേൻ അവിടെ നടന്നത് സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞതാ. നിന്റെ ജീവിതത്തെ കുറിച്ച് ആമേൻ സ്വോത്രം ഹല്ലേലൂയ, ആമേൻ ശത്രുക്കൾ പറയുന്നതല്ല നടക്കാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പറയുന്നതല്ല നടക്കാൻ പോകുന്നത്. ആമേൻ നിന്റെ ജീവിതത്തെ കുറിച്ച് ആമേൻ സ്വത്രം ആരെന്തൊക്കെ പറയട്ടെ, ആമേൻ നടക്കാൻ പോകുന്നത് ദൈവം പറയുന്നതാ. ഡോക്ടേഴ്സ് എന്തും പറയട്ടെ, ആമേൻ സ്വത്രം ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്റെ അവസ്ഥ മാറ്റും. ഇന്ന് ഈ ദൂതേറ്റെടുക്കുന്നവരെ ആത്മാവിൽ പറ, വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവം, എന്റെ ദൈവം വഴി തുറക്കുന്ന ദൈവം, എന്റെ ദൈവം മാനിക്കുന്ന ദൈവം, എന്റെ ദൈവം ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം. ജീസസ്, പ്രൈസ് ദി ലോർഡ്. വചനം ഉദ്ധരിച്ചു പ്രാർത്ഥിക്കണം. കാരണം ദൈവം തന്റെ വചനത്തോട് വിശ്വസ്തനാണ്. ദൈവം വചനം പാലിക്കും. രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ട് വചനം ഉദ്ധരിച്ചു പ്രാർത്ഥിക്കണം? അതിൻ്റെ കാരണം, വചനം നിങ്ങൾ എപ്പോൾ ഉദ്ധരിക്കുമോ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ആഴമേറിയ വിശ്വാസം ഉണ്ടാകും. സ്തോത്രം. നമ്മളൊരു കാര്യം നോർമലായി പറയുമ്പോൾ അതിനൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പില്ല. പകരം നിങ്ങൾ അതിന് ദൈവവചനത്തെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? വചനത്തെ നിങ്ങളുടെ പക്ഷത്താക്കുകയാണെങ്കിൽ, ഞാനിന്ന് രാവിലെ ചോദിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെ ബലപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണെങ്കിൽ, സ്തോത്രം സ്തോത്രം, ആ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ വിശ്വാസം വ്യാപരിക്കും. നിങ്ങളുടെ വിഷയത്തിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വാസം വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വചനം അതിന് നിന്നെ സപ്പോർട്ട് ചെയ്താൽ, വചനം നിനക്ക് തുണയായാൽ, അയ്യോ, ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിശ്വാസമാ. സ്തോത്രം സ്തോത്രം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വിശ്വാസമാ, ഉറപ്പാ. നോക്കിക്കേ,
വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ യുക്തിയിൽ നിന്ന് വരുന്നതല്ല, മനുഷ്യന്റെ യുക്തിയിൽ നിന്ന് വരുന്നതല്ല. കാരണം റോമാലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ ആമേൻ സ്തോത്രം, സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. അബ്രഹാമല്ല പ്രായാധിക്യത്തിലാ, അല്ലേ? അവന്റെ ജീവിതം തകർച്ചയിലാ. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? സകല ജാതികളുടെയും പിതാവാക്കും, നിന്നിലൂടെ സന്തതി പുറപ്പെടും. ഈ വാഗ്ദത്ത വചനം അകത്തു കിടക്കുന്ന അബ്രഹാം സ്തോത്രം സാഹചര്യത്തെ നോക്കാതെ, പ്രതിസന്ധിയെ നോക്കാതെ, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തതിന്റെ കാരണം അവനോട് പറഞ്ഞ വാഗ്ദത്ത വചനമാ. അബ്രഹാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ ശരീരം നിർജീവമാ, എനിക്ക് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു, എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമാ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ വാഗ്ദത്ത വചനത്തിലാ. നീ പറഞ്ഞ വാക്കിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നിലൂടെ സന്തതി പുറപ്പെടുമെന്ന് നിന്റെ വാഗ്ദത്തമാണെങ്കിൽ ആ വചനത്തെ പാലിക്കാൻ നീ ശക്തനാ. അബ്രഹാം എപ്പോ ക്ഷീണിച്ചാലും ഈ വാഗ്ദത്ത വചനം ഓർക്കുമ്പോ അബ്രഹാമിന്റെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കും. വചനത്തിന്റെ ശക്തി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സാഹചര്യത്തെ നോക്കുന്നവൻ ആശങ്കപ്പെടും, അല്ലേ? പക്ഷേ വചനത്തെ നോക്കുന്നവൻ ദൈവത്തെ നോക്കി പ്രത്യാശിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ക്ഷീണിക്കുമ്പോ, തകരുമ്പോ വാഗ്ദത്ത വചനം ഓർക്കുക. നിന്നോട് സംസാരിച്ച വചനത്തിന്റെ സത്യം ഓർക്കുക. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യണം. ചുമ്മാ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. വചനത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, വചനത്തിന്റെ പിന്തുണ നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഏത് വിഷയം പ്രാർത്ഥിച്ചാൽ, വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ, വചനം വെച്ച് ചോദിച്ചാൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും. സ്തോത്രം, സ്തോത്രം. ബൈബിളിലെ അനുഗ്രഹീതമായ വിശ്വാസ പ്രാർത്ഥനകളെല്ലാം വചനത്തിൻ്റെ ആധികാരിക അടിത്തറയിലായിരുന്നു. നിങ്ങൾ നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിൽ യാക്കോബിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം, വായിക്കാം. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. നോക്കിയേ, യാക്കോബിന്റെ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഉദ്ധരിച്ച വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നെ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ എന്നോട് അരുളി ചെയ്ത ദൈവമേ, തീർന്നില്ല, എനിക്ക് നന്മ ചെയ്യുമെന്ന് അരുളി ചെയ്ത ദൈവമേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ദൈവം തൻ്റെ വചനത്തിലൂടെ അരുളി ചെയ്തത് തിരിച്ച് ദൈവത്തോട് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ദൈവം പോഷ്കു പറയാൻ മനുഷ്യനല്ല. ദൈവം പറയോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് തോന്നിയതാ എന്ന് പറയുമോ? നമ്മളാണ് അങ്ങനെയൊക്കെ പറയും, അല്ലേ? പല വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നവർ പിന്നെ സമയമാകുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. നമുക്ക് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ മാർഗമില്ല. അവരില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷേ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഫോഷ്ക് പറയുന്നവനല്ല. തൻ്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്നവനാ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുക. യാക്കോബിന് മനസ്സിലായി, അവൻ്റെ വചനത്തെ അവൻ്റെ നാമത്തിന് മീതെ മഹത്വപ്പെടുത്തിയ, വചനത്തിന് വില കൽപ്പിക്കുന്ന, എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്ന, തന്റെ സ്വഭാവം ത്യജിച്ചു കളയാത്ത ഒരു നല്ല അപ്പൻ നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുക. അവൻ തന്നോട് പറഞ്ഞു, ദൈവമേ,
എന്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോക. അവൻ അരുളി ചെയ്തവനെ, എനിക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞ ദൈവമേ, ഞാൻ നിന്റെ വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ചു വരിക. ശിഖാബാബ അർച്ചരധികര അതനജകര. ഇന്ന് പകൽക്കാല് ആമേൻ, ദൈവത്തിന്റെ വചനം എത്ര സത്യമാ. ആ വചനത്തോട് ദൈവം വിശ്വസ്തത പുലർത്തുന്നു. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഈ വചനത്തോട് ദൈവം എപ്പോഴും വിശ്വസ്തനായി നിൽക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉപയോഗിക്കേണ്ടതിൻ്റെ കാര്യം പിടികിട്ടിയോ? സ്തോത്രം. എന്നെ അനുഗ്രഹിക്കണേ നടത്തണേ എന്നല്ല യാക്കോബ് പറഞ്ഞത്. എന്താ? എന്നോട് മടങ്ങിപ്പോകാൻ പറഞ്ഞതാരാ? നീയാ. മടങ്ങിപ്പോയാൽ എനിക്ക് നന്മ ചെയ്യാമെന്ന് പറഞ്ഞതാരാ? നീയാ. അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വമാ എനിക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ആന്റണി ചായൻ്റെ ഭവനത്തിൽ ഞാൻ വചനം പറഞ്ഞതുപോലെ, എന്താ നമ്മുടെ നന്മയ്ക്ക് ഉത്തരവാദി ദൈവമാണ്. സ്തോത്രം. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഉത്തരവാദി ദൈവമാണ്. ആമേൻ. നമ്മുടെ വിടുതലിൻ്റെ ഉത്തരവാദി ദൈവമാണ്. ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവനാണ്. നമ്മുടെ രക്ഷകൻ അവനാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് അവനാണ്. അവനാണ് നിന്റെ അനുഗ്രഹത്തിന്റെ ഉത്തരവാദി. നിന്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദി അവനാണെങ്കിൽ, ആമേൻ സ്തോത്രം, നിന്റെ ഭാവിയുടെ ഉത്തരവാദി അവനാണെങ്കിൽ അവനാണ് പ്രവർത്തിക്കുന്നത്. അത് ഓർമ്മിപ്പിച്ച് പറയണ. ആമേൻ. ഇന്ന് പകൽക്കാല ആമേൻ യാക്കോബിനെ പോലെ വാഗ്ദത്തം ഓർപ്പിച്ച് വാഗ്ദത്ത വചനം ഉദ്ധരിച്ചു പറയുന്നവരുടെ പ്രാർത്ഥന മറികടന്ന് പോകുന്നവനല്ല നമ്മുടെ ദൈവം. ഈ വചനമൊക്കെ സംസാരിക്കുമ്പോൾ ചില വചനം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും. അപ്പോൾ അത് യാക്കോബിന്റെ വചനമല്ല, നിങ്ങളുടെ വചനമാണ്. അല്ലേ? ഞാനിത് പറഞ്ഞിട്ടില്ലേ? ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിന് ലോഗോസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, റെയ്മ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലേ? എന്താ ലോഗോസ്? എഴുതപ്പെട്ട വചനം. ഈ മുഴുവൻ തിരുവെഴുത്ത് ലോഗോസാണ്. പക്ഷേ ഈ ലോഗോസിനകത്ത് നിന്ന് റെയ്മയുണ്ട്. റെയ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വചനം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുമ്പോൾ, ദൈവവചനം പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങളുടെ അന്തരാത്മാവിൽ ഉറപ്പ് കിട്ടുന്ന വചനമാണ് റെയ്മ. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്കുള്ള വാഗ്ദത്ത വചനമാണ്. ധൈര്യമായിട്ട് ആമേൻ ആ വാഗ്ദത്ത വചനത്തെ ഓർമ്മിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം അത് നിന്റെ വാഗ്ദത്തമാ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവജനത്തോട് ഈ ഉപവാസത്തിന്റെ 6ാമത്തെ ദിവസം ആമേൻ ദൈവാത്മാവ് സംസാരിക്കുക. ഈ 6 ദിവസം ആമേൻ ഏതാണ്ട് 12 സെഷനുകളായി ദൈവത്തിന്റെ ആത്മാവ് അനേക വചനങ്ങൾ, അനേക തിരുവെഴുത്തുകൾ നിങ്ങളോട് സംസാരിച്ചു. ആ കേട്ടതിനകത്ത് നിനക്കുള്ളത് വല്ലതും നീ പിടിച്ചിട്ടുണ്ടോ? അവൻ നിനക്കുള്ള വാഗ്ദത്ത വലുതോ വചനം വലുതോ നീ ഏറ്റെടുത്തിട്ടുണ്ടോ? ചിലതെങ്കിലും നിന്റെ യാഗത്തുണ്ടെങ്കിൽ വിട്ടുകളയരുത്. അതോർപ്പിച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ചാൽ, അതോർപ്പിച്ച് കരഞ്ഞാൽ, അതോർപ്പിച്ച് നിലവിളിച്ചാൽ, അതോർപ്പിച്ച് ദൈവമുമ്പാകെ ജാഗരിച്ചാൽ, അവന്റെ വചനത്തോട് വിശ്വസ്തനായ ദൈവം തക്ക സമയത്ത് ആ വചനത്തിന്റെ നിവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ മോശയെ നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. മോശ വലിയ സങ്കടത്തിലായി. മോശ ദൈവമുമ്പാകെ ചെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടെ എഴുതിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അല്ലേ, ഈ പിതാക്കന്മാരോട്, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം പറഞ്ഞ വാഗ്ദാനം ഓർമ്മിപ്പിച്ച് മോശ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. കണ്ട മോളെ ഒന്ന് വായിച്ചേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രം പോലെയും അവൻ ആകാശത്തിലെ നക്ഷത്രം പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന്. കണ്ടോ? നീ നിന്നെ കൊണ്ട് തന്നെ
അവരോട് സത്യം ചെയ്തുവല്ലോ. നോക്കണേ, സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോ ദൈവം ജനത്തെ നശിപ്പിച്ചു കളയാൻ പദ്ധതിയിട്ടപ്പോ മോശ ദൈവവും ഭാഗം ഇടുവെന്ന് പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഓർമ്മിപ്പിച്ചതാ. ദൈവമേ, നീ അങ്ങനെ ഇവരെ നശിപ്പിച്ചു കളയരുത്, അങ്ങനെ ഇവരെ പൂർണ്ണമായി നശിപ്പിക്കരുത്. കാരണം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോട് നീ അരുളി ചെയ്തല്ലോ ഈ ജനത്തെക്കുറിച്ച്, അങ്ങേക്കുള്ള പദ്ധതിയെക്കുറിച്ച്, ജനത്തിന് കൊടുക്കാൻ പോകുന്ന വാഗ്ദത്ത ദേശത്തെക്കുറിച്ച്, അതിനെ സ്വന്തമാക്കി അവർ അനുഭവിക്കുമെന്ന് പറഞ്ഞതിനെ കുറിച്ച് അങ്ങ് മറന്നു പോകല്ലേ. ജീസസ്, എൻ്റെ ചോദ്യം, ഈ കാര്യം പറഞ്ഞ ദൈവത്തിന് ഈ പ്രാർത്ഥന മറികടക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? പറ്റുമോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ പറ്റില്ല. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. ഇന്ന് വചനം കേൾക്കുന്നവർ സീരിയസ് ആയി ചിന്തിക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ വലുതായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വലുതായിരിക്കാം. പക്ഷെ പ്രാർത്ഥന സ്വർഗം കേൾക്കണമെങ്കിൽ അതിന് വചനത്തിൻ്റെ പിന്തുണ ഉണ്ടാകണം. സ്തോത്രം. വചനത്തിൻ്റെ പിന്തുണയിലൂടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാമെങ്കിൽ, പിശാച് അതിനാണ് ഈ വചനം നമ്മുടെ അകത്തുനിന്ന് എന്ത് ചെയ്യുന്നത്. അതോട് ചോദിച്ചാൽ വചനം ഒന്നും ഓർമ്മയില്ല. പലരും പറയുന്നതാ ദൈവവചനം ഓർമ്മയില്ല, മറന്നു പോവുക. ഈ ദിവസങ്ങളിലൊന്ന് പ്രാർത്ഥിക്കണം, ആ പോരാട്ടത്തെ ശാസിക്കണം. നമ്മുടെ അകത്ത് വചനത്തിൻ്റെ വിത്ത് വീഴണം, വചനം അവിടെ വളരണം. കാരണം ഈ വചനം ഉദ്ധരിച്ച് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. വലിയ സംഹാരത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് ആ ജനത്തെ വിടുവിക്കുവാൻ മോശ ദൈവവും ഭാഗം ഓർമ്മിപ്പിച്ചു. ഞാനിങ്ങനെ ഒരുപാട് കാര്യം പറയുന്നില്ല. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച മണ്ഡലത്തിലൊക്കെ ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ വചനം, ആമേൻ, സ്തോത്രം, ഉദ്ധരിക്കുവാൻ നിങ്ങൾ പഠിക്കണം. പ്രാർത്ഥനയിൽ പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി പിശാചാ. നന്നായി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു വരുമ്പോൾ പിശാച് എന്ത് ചെയ്യും? പലവിധ ചിന്തകൾ കൊണ്ടിട്ട്, പലവിധ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് പോരാടും. പല ആളുകൾക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുക. പിന്നെങ്ങനെ വാഗ്ദത്തം ഓർക്കുന്നത്? അതിനാദ്യം വേണ്ടത് പ്രാർത്ഥനയ്ക്ക് വിരോധമായി നിൽക്കുന്ന ഈ പൈശാചിക മേഖലകളെ ആത്മാവിൽ തകർക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലിരിക്കുമ്പോൾ അന്തരീക്ഷം ഉണ്ടാകണം കേട്ടോ. ആത്മീയ അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ അവൻ വചനം ഉപയോഗിച്ച് വെട്ടണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലായി? പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ തകർക്കുന്ന, പ്രാർത്ഥനയുടെ അഭിഷേകത്തിനെതിരെ വ്യാപരിക്കുന്ന ആധിപത്യങ്ങളെ തകർക്കാൻ ആദ്യം വചനം ഉപയോഗിച്ച് വെട്ടണം. യേശു മരുഭൂമിയിൽ പിശാചിനെ അവൻ വചനം ഉപയോഗിച്ച് വെട്ടിയതുപോലെ സ്തോത്രം, ഇന്ന് പകൽക്കാലം വചനം ഉപയോഗിച്ച് വെട്ടണം. ഇന്ന് പകൽക്കാലം അതിന് വചനം നീ പ്രഖ്യാപിച്ചാൽ ആ വചനത്തോട് എതിർത്ത് നിൽക്കാൻ ഒരു സാത്താനും പറ്റുകയില്ല. വചനത്തോട് എതിർത്ത് നിൽക്കാൻ ഒരു പൈശാചിക ബാധയ്ക്കും കഴിയില്ല. വചനത്തോട് എതിർത്ത് നിൽക്കാൻ ഒരു ഭൂതശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പൈശാചിക കോട്ടകളെ തകർക്കുന്ന, വെല്ലുവിളികളെ തകർക്കുന്ന, അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന ചിന്തകളെ പിടിച്ചുകൊണ്ടുപോകുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത നശിപ്പിക്കുന്ന ആധിപത്യങ്ങളെ വചനം ഉപയോഗിച്ച് വെട്ടണം. ശകരമന ഹത്തന ധിനാധികച്ഛന ദിഗരജഗന ഉടരജഗന കടകൽഖന രഗന്ധര. സ്തോത്രം. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങൾ നാളുകളായി കരയുന്നുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പച്ച രക്ഷിക്കണേ, കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ, അവർക്ക് അനുഗ്രഹം നൽകണമേ, അവരെ സഹായിക്കണമേ, ജോലി നൽകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പോരാ പോരാ പോരാ. ഇന്ന് പകൽക്കാലം ഓരോ പ്രാർത്ഥനയ്ക്കും വചനത്തിൻ്റെ പിന്തുണ ഉണ്ടാകട്ടെ, വാഗ്ദത്ത വചനത്തിൻ്റെ പിന്തുണ ഉണ്ടാകട്ടെ. ദൈവം നിന്നോട് ഇടപെട്ട് സംസാരിച്ച റൈമയുടെ പിന്തുണയിൽ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഇതുവരെ ഇല്ലാത്ത പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കും. വചനം ഉദ്ധരിച്ചാൽ അടുത്ത ഗുണം ഞാൻ പറയാം. സ്വർഗം അതിനോട് വേഗത്തിൽ പ്രതികരിക്കും. വേഗത്തിൽ. യെശയ്യാപ്രവചനം 62:6-7 നമുക്കറിയാവുന്ന വാക്യമാണ്. ഒന്ന് വായിച്ചേ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവും പകലും ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്.
കേട്ടോ, അവിടെ എന്തുവാ യഹോവയെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ വിശാലമായിട്ട് ആ അധ്യായത്തിൽ നിന്ന് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അറിയിച്ചിട്ടുള്ളതാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സ്തോത്രം. എന്തുവായി ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത്? ദൈവത്തിന് മറവി ഉണ്ടായിട്ടാണോ? എന്താ ഓർമ്മിപ്പിക്കുന്ന വെച്ചാൽ ദൈവം പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കണം. സ്തോത്രം. എന്താ ദൈവം പറഞ്ഞത്? ഞാൻ യെരൂശലേമിനെ അല്ലേ യഥാസ്ഥാനത്താക്കുവോളം, അതിനെ ഞാൻ ഭൂമിയിൽ അവൻ പ്രശംസാ വിഷയമാക്കുവോളവും എന്നെ ഓർമ്മിപ്പിക്കണം. 62-ാം അധ്യായം നിങ്ങൾ മുകളിലോട്ട് വായിച്ചാൽ ദൈവം ആദ്യമേ യെരൂശലേമിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ചുള്ള തൻ്റെ വാഗ്ദത്ത വചനങ്ങൾ ഓൾറെഡി പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. അവരുടെ അവസ്ഥയ്ക്കും വ്യത്യാസം വരുത്തും. അവരുടെ ശൂന്യത ഞാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. അവരെ ഞാൻ പണിയും. എൻ്റെ കയ്യിൽ ഭംഗിയുള്ള കിരീടമാക്കി ഞാൻ അവരെ മാറ്റും. ഒത്തിരി വാഗ്ദത്തങ്ങൾ അവരോട് പറഞ്ഞു. ആമേൻ. എന്നിട്ട് ദൈവം തമ്പുരാൻ തന്നെ ഈ വാഗ്ദാന വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ മതിലിന്മേൽ കാവൽക്കാരെയാക്കി വെച്ചിരിക്കുക. ആ കാവൽക്കാരുടെ പണി എന്താണെന്നറിയാമോ? തമ്പുരാൻ പറഞ്ഞത് ദൈവത്തെ ഓർമ്മപ്പെടുത്തണം. ദൈവമേ, നീ അല്ലേ പറഞ്ഞത് ശൂന്യത മാറ്റുമെന്ന്? ദൈവമേ, അങ്ങല്ലേ പറഞ്ഞത് അവയെ പ്രശംസാ വിഷയമാക്കുമെന്ന്? ദൈവമേ, അങ്ങല്ലേ പറഞ്ഞത് ഭംഗിയുള്ള കിരീടമാക്കുമെന്ന്? ദൈവമേ, അങ്ങല്ലേ പറഞ്ഞത് ഞങ്ങളുടെ അവസ്ഥകൾ മാറുമെന്ന്? ആമേൻ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ വാഗ്ദാനം നടപ്പാക്കണമേ. ആമേൻ. അങ്ങയുടെ വചനത്തിന്റെ ആമേൻ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമേ. അങ്ങയുടെ വചനത്തോട് വിശ്വസ്തത കാണിക്കണമേ. ആമേൻ. അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ജീസസ്. ഇതാണ് വചനത്തിൻ്റെ നിറവേറൽ നടക്കണം. വചനം ഓർമ്മിപ്പിച്ചു പ്രാർത്ഥിക്കണം. സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ. ഒരു കുഞ്ഞിനോട് അപ്പൻ എന്തെങ്കിലും ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ പിന്നെ ആ കുഞ്ഞ് വന്ന് അപ്പനോട് പറയും, ഇന്നലെ പപ്പ പറഞ്ഞതല്ലേ, ഇന്നലെ പപ്പ പറഞ്ഞതല്ലേ. നല്ല അപ്പനാണെങ്കിൽ, സ്നേഹനിധിയായ അപ്പനാണെങ്കിൽ, ചുമ്മാ പിള്ളേരോട് കള്ളത്തരം പറയാത്ത അപ്പനാണെങ്കിൽ അല്ലേ, അപ്പം പറയും, ഞാൻ പറഞ്ഞതാ, ഞാൻ മേടിച്ചു തരാം. അത് മേടിച്ചു തരുന്നത് വരെ ഈ കുഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം പറഞ്ഞില്ലേ, അപ്പം പറഞ്ഞില്ലേ. അപ്പൻ്റെ വാക്കിന് വിലയുള്ള അപ്പനാണെങ്കിൽ എന്തു ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. ഞാനും നീയും സേവിക്കുന്ന അപ്പൻ വാക്കിന് വിലയുള്ളവനാ. എത്ര പേർക്ക് ഇതൂത് മനസ്സിലായി? ഞാനും നീയും സേവിച്ചാരാധിക്കുന്ന ദൈവം തൻ്റെ സ്വഭാവത്തോട് നീതി പുലർത്തുന്നവനാ. തൻ്റെ സ്വഭാവം ത്യജിക്ക് കളയുന്നവനല്ല. ഞാനും നീയും സേവിച്ചാരാധിക്കുന്ന ദൈവം ഒറ്റ വാക്ക പറഞ്ഞതാ. ഇന്ന് പകൽക്കാലം ചെല്ലോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചന മുഖാന്തരം, ആലോചന മുഖാന്തരം അരുളി ചെയ്തത് നിറവേറ്റാൻ അവിടുന്ന് വിശ്വസ്തനാ. അവനത് വാക്ക് പാലിക്കാൻ ദൈവം വിശ്വസ്തനാ. അതങ്ങനെ തന്നെ ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. അവൻ്റെ തലമുറയെക്കുറിച്ച് പറഞ്ഞത്, നിന്നെക്കുറിച്ച് പറഞ്ഞത്, ആമേശ്വര ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്ത വചനങ്ങൾ അത് മറന്നു കളയാ. അവൻ ഫോഷ്കുള്ള ദൈവമല്ല, സർവശക്തനായ ദൈവം. വാക്ക് പറഞ്ഞിട്ട് മാറാത്ത ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ കേൾവിക്കായി, പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുക, വാഗ്ദത്തം ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങ് പറഞ്ഞതാണെന്ന് പറയുക, അങ്ങ് പറഞ്ഞത് നടപ്പാക്കാൻ പറയുക. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവൻ എന്നെ കുറിച്ച്, എൻ്റെ സഭയെ കുറിച്ച് അങ്ങ് പറഞ്ഞത് പോലെ തന്നെ നിറവേറ്റണമേ എന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന അവൻ ആളുകൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ പോകുക. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് സ്വർഗത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഷയാണ്. സ്വർഗത്തിലെ കോടതിയിലെ നിയമഭാഷയാണ് വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. സ്വർഗം ഒരു കോടതിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ കോടതിയിൽ ജയിക്കുന്നത് വികാരമല്ല, വൈകാരികതയല്ല. പകരം അവിടെ ജയിക്കുന്നത് ശരിയായ നിയമമാണ്, നീതിയാണ്.
സത്യമാണ്. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. നിങ്ങൾ ഈ കോടതിയിൽ പോയിട്ട് കുറേ കരഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിന് വിടുതൽ കിട്ടുമോ? നിങ്ങൾ വലിയ കുറ്റക്കാരനാ. നിങ്ങൾ അവിടെ പോയി കരയുക മാത്രം ചെയ്താൽ ജഡ്ജിക്ക് ഒരു പക്ഷേ മനസ്സിലവ് തോന്നിയേക്കാം. പക്ഷേ നീതി നടപ്പാക്കണമെങ്കിൽ നിയമത്തിൻ്റെ വഴിയുണ്ട്. അവിടെ സത്യമായിരിക്കണം, സത്യമുണ്ടായിരിക്കണം. ദൈവമേ, അങ്ങയുടെ വചനം എന്നേക്കും സത്യം. ഇന്ന് നീ പോകുന്നത് വചനത്തിൻ്റെ സത്യത്തിലാണ്, ദൈവത്തിൻ്റെ സത്യവാഗ്ദത്തത്തിലാണെങ്കിൽ കോടതി സ്വർഗത്തിലെ കോടതിയിൽ നിൻ്റെ കേസ് ജയിക്കും. എത്ര പേര് ഈ വചനം മനസ്സിലാക്കുന്നുണ്ട്? സ്വർഗത്തിലെ കോടതിയിൽ നിൻ്റെ കേസ് ജയിക്കുന്നത്, ആമേൻ, സ്തോത്ര, ആമേൻ, ദൈവത്തിൻ്റെ മുമ്പിൽ വചനത്തിൻ്റെ സത്യമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സത്യത്തിലാണ് കോടതിയിൽ നിൻ്റെ കേസ് ജയിക്കുന്നത്. സ്തോത്രം. കരം വെച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. സാത്താൻ പലപ്പോഴും നമുക്കെതിരായി ആർഗ്യുമെൻ്റ് ഉണ്ടാക്കും, ആരോപണങ്ങൾ ഉന്നയിക്കും. അതവൻ്റെ പണിയാണ്. അവൻ്റെ പേര് അപവാദി എന്നാണ്. അപ്പം അതുകൊണ്ട് അവൻ എന്തു ചെയ്യും? നമുക്കെതിരെ അപവാദമുണ്ടാക്കും. പക്ഷേ അവിടെ നമുക്ക് വേണ്ടി നിൽക്കുന്ന അഡ്വക്കേറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, നിൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായവൻ പറയും, ഞാൻ അവരെ വിടുവിച്ചതാണ്, ഞാൻ അവർക്ക് വാക്കുകൊടുത്തതാണ്, ഞാൻ അവരെ നടത്താമെന്ന് പറഞ്ഞതാണ്, അവരെ അനുഗ്രഹിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്, അവരുടെ കടമെല്ലാം ഞാൻ ഏറ്റെടുത്തതാണ്, അവനുടെ കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തതാണ്. അവൻ ഇത് ആ കോടതിയിൽ നമ്മുടെ കർത്താവ് വാദിച്ചു കഴിയുമ്പോൾ അവൻ്റെ വചനത്തിനാ പിന്നെ അവിടെ മൂല്യം. ആണോ? ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ സത്യത്തിലാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗീയ കോടതിയിൽ നമ്മുടെ കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥനയിൽ വചനം ഉദ്ധരിക്കാം, എല്ലാ കാര്യത്തിനും ഉദ്ധരിക്കാം. വചനത്തിൻ്റെ പിന്തുണയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം? വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാം. രോഗിയാകുമ്പോൾ നമുക്ക് ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാൻ അവൻ പുറപ്പാട് 15:26 അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഞാൻ നിന്നെ, നമ്മുടെ വാഗ്ദത്തമാണ്. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? അതൊന്ന് വിശ്വസിച്ചേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതൊന്ന് വിശ്വസിച്ച് കാൽവറിയിൽ അവൻ നമ്മുടെ എല്ലാ വ്യാധികളെയും എല്ലാ വേദനകളെയും ചുമന്നെന്ന് വിശ്വസിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം രോഗശാന്തി നമ്മുടെ നടുവിൽ അയച്ചു തരും. എത്ര പേര് വിശ്വസിക്കും? കാരണം അവൻ പറഞ്ഞതാ, ആമേൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ രോഗിയാ, ഞാൻ ക്ഷീണിതയാ, ഞാൻ ക്ലേശത്തിലാ, നീ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാഗ്ദത്തം ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ വചനത്തോട്, ആമേൻ, ആമേൻ, അങ്ങയുടെ വചനത്തോട് വിശ്വസ്തനായിരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ നീതി നിറവേറണമേ. ഭയത്തിന് നടുവിലായി എന്തോ പറയും? ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 56:3 ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ. കൂരിരുൾ താഴ്വരയിൽ കൂടി പോയാലും ഞാനൊരു അനർത്ഥവും. നിങ്ങൾ ഇന്ന് ട്രെയിൻ ചെയ്യണം. ഇത് നിങ്ങൾ ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനയിൽ ഇത് ഉദ്ധരിച്ചിരിക്കണം. കർത്താവേ, ഞാൻ ഭയത്തിലാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, പക്ഷെ നിന്റെ വചനം എനിക്ക് തരുന്ന ഉറപ്പ്. ഇത് പറയുമ്പോൾ തന്നെ വലിയ വിശ്വാസം വരും, വലിയ വിശ്വാസം വരും. ആ പ്രാർത്ഥന ശക്തമാകുക. ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുക. എന്നോട് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞത് അങ്ങാൻ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല, കാരണം നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ആരുടെ ചെയ്തവരെ. ഇന്ന് ഈ ഭയാശങ്കകൾ മാറിപ്പോകട്ടെ, ഈ ഭയങ്ങൾ മാറിപ്പോകട്ടെ, ഈ ഭയങ്ങൾ മാറിപ്പോകട്ടെ. അവന് ഭയപ്പെടുത്തുന്ന ഈ അനുഭവത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ കൽപ്പിക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ജീസസ്. ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. എന്താ വാഗ്ദത്തം? സാമ്പത്തിക പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? സ്തോത്രം.
നിങ്ങൾക്ക് എന്തെങ്കിലും വാക്യം അറിയാമെന്ന് നോക്കട്ടെ, കാരണം ഇത് ഉദ്ധരിക്കണമെങ്കിൽ വാക്യം അറിയണ്ടേ. വെരി ഗുഡ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർ 4:19. ഈ വാക്യമൊക്കെ അകത്തുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ നേരത്ത് അത് വരാൻ അവൻ സമ്മതിക്കത്തില്ല. മറ്റവൻ അതൊക്കെ തടഞ്ഞിട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം അവൻ്റെ കോട്ട പൊട്ടിച്ച്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്കാനിരിക്കുമ്പോൾ അന്തരീക്ഷമുണ്ടാക്കി അവൻ പൈശാചിക മണ്ഡലങ്ങളെ ശാസിച്ച് അന്തരീക്ഷം ക്ലിയറാക്കി ഈ വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവമോ അവൻ മഹത്വത്തോടെ അവൻ തൻ്റെ സ്ഥാനത്തിനൊത്തവണ്ണം അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ക്രിസ്തുയേശുവിൽ തീർത്തു തരുമെന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ ഈ സാമ്പത്തിക പ്രശ്നത്തിന് നടുവിൽ അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങയുടെ കരം ചലിക്കണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? 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 പറ്റില്ല. പിന്നെ എന്താ ഇത് ഉപയോഗിക്കാത്തത്? എന്താ ഇത് പറയാത്തത്? ചുമ്മാ പ്രാർത്ഥിച്ചാൽ മതിയോ? ചുമ്മാ കരഞ്ഞാൽ മതിയോ? ആമേൻ. അവൻ്റെ നാമത്തിന് മീതി അവൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദത്ത വചനം ചൊല്ലി ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയമുണ്ടോ ഇതിനെല്ലാം വാഗ്ദത്തമായി ദൈവം വചനം തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് എഴുതിയിട്ട് കാണാതെ പഠിച്ച് ഹൃദിസ്ഥമാക്കി പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉദ്ധരിച്ചു പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറാൻ പോവുക. നിങ്ങളുടെ പ്രാർത്ഥന ശക്തീകരിക്കപ്പെടാൻ പോവുക. സ്വർഗത്തിലെ കോടതിയിൽ അത് ആമൻ അല്ലേ ആക്സെപ്റ്റ് ചെയ്യപ്പെടാൻ പോകുക. ആമൻ. ആ പ്രാർത്ഥനയെ ദൈവം ഓർക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടിയുള്ള മറുപടി സ്വർഗത്തിലെ ദൈവം തരാൻ പോകുക. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യപ്പെടും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്പവിശ്വാസമാ, ചെറിയ വിശ്വാസം, വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന വിശ്വാസിയുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഭയം മാറാൻ തുടങ്ങുക. അവൻ വചനം ഉദ്ധരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുക. അവൻ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ നിങ്ങൾ വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാത്താൻ നിങ്ങളുടെ മുമ്പിൽ തകരാൻ തുടങ്ങുക. അവൻ്റെ വെല്ലുവിളികൾ അവസാനിക്കാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. നിങ്ങൾ വചനമുദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ? ഇന്നുവരെയും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ ദൂത് പ്രചോദനമാകട്ടെ. ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഹന്ന വാഗ്ദത്ത വചനം പിടിച്ചാ പ്രാർത്ഥിച്ച്. ദൂത് കേട്ടു, നീ അടുത്ത ആണ്ടിൽ വരുമ്പോൾ ഒരു മകനെ, ആ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. പിന്നെ വീട്ടിലിരുന്ന കൊച്ച് ഉള്ളിൽ ഉരുവാകുന്നത് മുതൽ ആമനെ ലഭിക്കുന്നത് വരെ ഈ വാഗ്ദത്ത വചനം പിടിച്ചു പ്രാർത്ഥിച്ചു. പറഞ്ഞ ദൈവം എന്നെ മാനിക്കും. സ്തോത്രം. 75-ാം വയസ്സിൽ അബ്രഹാമിൻ്റെ അകത്തൊരു വാഗ്ദത്ത വചനം കയറി. 24 വർഷം ശരീരം ക്ഷീണിച്ചിട്ടും എല്ലാ പ്രതിസന്ധികളിലൂടെ പോയിട്ടും അത് അബ്രഹാം മുറുകെ പിടിച്ചു. അവൻ വചനം ഉദ്ധരിച്ചെന്നും പ്രാർത്ഥിച്ചു. യാക്കോബ് വചനം പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ദാനിയേൽ വചനം വെച്ചാ പ്രാർത്ഥിച്ചത്. വചനം വെച്ചു പ്രാർത്ഥിച്ച ദാനിയേലിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. മോശ വചനം വെച്ചു പ്രാർത്ഥിച്ചു. ആ വാഗ്ദത്ത വചനം മോശയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാക്കി. ഇന്ന് വചനം പിടിച്ച് പ്രാർത്ഥിക്കുമോ? വചനം ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കുമോ? വാഗ്ദത്ത വചനം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിലെ ദൈവം മറുപടി നൽകും. കാരണം അവൻ്റെ വിശുദ്ധ നാമത്തിന് മീതെ അവനവൻ്റെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. നമുക്കിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സ്വഭാവം ത്യജിക്കാത്ത അവിടുത്തെ വിശുദ്ധ നാമത്തിന് മീതെ
അവിടുത്തെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്ന, അവിടുത്തെ വാഗ്ദത്ത വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്ന ദൈവമേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇടപെട്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന ശക്തീകരിക്കപ്പെടുമെന്നും, ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തെ തുറക്കുമെന്നും, ഞങ്ങളുടെ പ്രാർത്ഥന ആമേൻ സ്തോത്രം അത്ഭുതങ്ങളെ ഉളവാക്കുമെന്നും ഇന്ന് സംസാരിച്ചല്ലോ. ഈ നിന്റെ ജനത്തെ ഇന്ന് പകൽ അവിടുത്തെ വാഗ്ദത്ത വചനം കൊണ്ട് നിറയ്ക്കണമേ. വെറുതെ കരയുന്നവരായിട്ടല്ല, വെറുതെ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, വെറുതെ ഉപവസിക്കുന്നവരായിട്ടല്ല. ആമേൻ സ്തോത്രം. അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ വചനം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, വചനം ഏറ്റുപറഞ്ഞ ദൈവത്തെ ഓർമ്മിപ്പിക്കാൻ, വാഗ്ദത്ത വചനം പറഞ്ഞുകൊണ്ട് ആമേൻ ജാഗരിക്കുവാൻ നിന്റെ ജനത്തിന് കൃപ കൊടുക്കണമേ. അതിൻ്റെ അനുഗ്രഹം അവരുടെ കുടുംബത്തിൽ, അവരുടെ തലമുറകളിൽ, ആമേൻ ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. അങ്ങയുടെ വചനത്തെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് ഈ നിന്റെ ജനത്തിന് കൊടുക്കണമേ. അവിടെ അകത്തുനിന്ന് വചനത്തെ എടുത്തു കളയുന്ന, വചനത്തിന് സ്ഥിരവാസമില്ലാതെ അവൻ മറവിയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പോരുകളെയും ഞങ്ങൾ ഇന്ന് ശാസിച്ച് പുറത്താക്കുകയാണ്. നല്ല നിലത്ത് വീണ വിത്ത് പോലെ വചനം അവരിൽ അവൻ വീഴട്ടെ, കിളിർക്കട്ടെ. അത് 30, 60, 100 മേനിയായി ഫലം കായ്ക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിന് നിറവ് വെളിപ്പെടുത്തണം. വചനം ഉച്ചരിച്ചു പ്രാർത്ഥിച്ച് വലിയ ജയമേറ്റെടുപ്പാൻ നിന്റെ ജനത്തെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.